നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുനിസിപ്പൽ ഓഫീസിൽ നിന്നും കൈക്കൂലി പിടികൂടിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വാളാടി HML പ്ലാന്റേഷൻ വക എസ്റ്റേറ്റ് ലയം ഇടിഞ്ഞു വീണു. എസ്റ്റേറ്റ് ജോലിക്കാരായ ശശി, ഓമന ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. മഴ കനത്തതോടെ പൂയംകുട്ടിയാർ കരകവിഞ്ഞ് മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങിയതോടെ ആദിവാസി മേഖല ഒറ്റപ്പെട്ടു. മഴക്കാലമാകുന്നതോടെ പൂയംകുട്ടിയാറിന് കുറുകെയുള്ള മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി കുട്ടമ്പുഴ ആദിവാസി മേഖലയിലേക്കുള്ള കരമാർഗം അടയുന്നത് പതിവാണ്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ പ്രമേയം പാസാക്കി കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാതൃകാ നിയമസഭ. സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ പഴയ പീടികയിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ചേർന്ന് മോക്ക് നിയമസഭാ സമ്മേളനം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൈക്കൂലി ആരോപണ വിധേയനായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് നേതാവ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് UDF പ്രവർത്തകർ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം നടത്തി. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കിട്ടുവാൻ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന പണം കൊടുക്കാൻ പറയുന്ന ഭരണാധികാരി കേരള ചരിത്രത്തിൽ ആദ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അവർ അഴിമതിക്കാരുണ്ടാകാറുണ്ട്, പല കൊള്ളരുതായ്മകളുണ്ട്. പക്ഷേ ആ അഴിമതിക്കാരും കൊള്ളരുതാത്തവരുമായിട്ടുള്ള ആളുകളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജയിച്ചിരിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ ബഹുമാന്യരായ ജനപ്രതിനിധികൾ, കൗൺസിലർമാരും അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ചെയർമാനും എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടായ നാടിനാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ഒരു സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒരു സ്വകാര്യ വ്യക്തിയുടെ പോലുമല്ല, ഒരു സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി കഴിഞ്ഞ മാസങ്ങളായി ഈ ഓഫീസ് കയറിയിറങ്ങി നടന്നതിന്റെ മാനേജർമാരും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ആ ആളുകൾക്കുമെല്ലാം കേൾക്കേണ്ടി വന്ന മറുപടി എന്ന് പറയുന്നത് ഇത്തരമൊരു ജനാധിപത്യ ഭരണ സംവിധാനം ജനപ്രതിനിധികൾ ഭരിക്കുന്ന ഓഫീസിൽ നിന്ന് കേൾക്കേണ്ട കാര്യമല്ല. ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ഈ ഓഫീസിൽ വരുന്ന സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും തിരിച്ചുവിടുക, ചോദിക്കുന്ന പണം കിട്ടിയാൽ മാത്രം നടപടി സ്വീകരിക്കുക, അതാണ് കഴിഞ്ഞ 3 വർഷക്കാലത്തോളമായി ഈ ചെയർമാന്റെ നേതൃത്വത്തില് ഈ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് UDFന്റെ കൗൺസിലർമാർ എത്രയോ വട്ടം ഇതിനു മുമ്പ് തന്നെ കൗൺസിലിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി കേസിൽ അറസ്റ്റിലായപ്പോൾ 2ാം പ്രതിയാക്കപ്പെട്ടയാൾ മുനിസിപ്പൽ ചെയർമാനാണെന്നത് ഈ നാടിന് തന്നെ അപമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ പോലീസ് ബാരിക്കേഡ് വെച്ചിരുന്നു. ഇതിനിടെ മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത് യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പിന്നീട് സമരത്തിൽ ഏർപ്പെട്ടിരുന്ന UDF BJP കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനായി ഓഫീസിലേക്ക് പ്രവേശിച്ചപ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞു. തുടർന്ന് കൗൺസിലർമാരും പോലീസുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഉപരോധ സമരത്തിൽ MH സജീവ് അധ്യക്ഷനായി. മുനിസിപ്പൽ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് ബാബു, മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PK മൂസ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിലാൽ സമദ്, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KM നിഷാദ്, UDF പാർലമെന്ററി പാർട്ടി നേതാക്കളായ ജോസഫ് ജോൺ, K ദീപക്, MA കരീം, സുധീർ PH,
നിസാമുദ്ദീൻ, റഹ്മാൻ ഷാജി, അൽതാഫ് സുധീർ എന്നിവർ നേതൃത്വം നൽകി. UDF നേതാക്കളായ AM ഹാരിദ്, ജാഫർ ഖാൻ മുഹമ്മദ്, KG സജിമോൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നഗരം ചുറ്റി പ്രകടനം നടത്തിയ ശേഷം ഗാന്ധി സ്ക്വയറിൽ സമരം സമാപിച്ചു. ഷാഹുൽ മങ്ങാട്ട്, ഫിലിപ്പ് ചേരിയിൽ, രാധാകൃഷ്ണൻ, KM ഷാജഹാൻ, കൗൺസിലർമാരായ സഫിയ ജബ്ബാർ, ഷഹന ജാഫർ, സനു കൃഷ്ണൻ, സാബിറ ജലീൽ, ഷീജ ഷാഹുൽ, നീനു പ്രശാന്ത്, രാജി അജേഷ്, നിസ സക്കീർ, റസിയ കാസിം, PV അച്ചമ്മ, ബിന്ദു ദിനേശ്, റോബിൻ മൈലാടി, സുരേഷ് രാജു, OK അഷറഫ്, റഷീദ് കപ്രാട്ടിൽ, CK ജാഫർ, ഷാഹുൽ കപ്രാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ നഗരസഭാ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് മുനിസിപ്പൽ കൗൺസിലിന് അകത്തും പുറത്തും പ്രതിഷേധം ഉണ്ടാകുമെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തി. കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ട നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി. നഗരസഭാ ചെയർമാനും അറിഞ്ഞുകൊണ്ടുള്ള കൈക്കൂലിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വാങ്ങിയതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. നഗരസഭാ ചെയർമാൻ രാജിവെക്കുന്നതുവരെ സമരം തുടരാനാണ് BJP തീരുമാനം. പ്രതിഷേധം BJP ജില്ലാ പ്രസിഡന്റ് KS സജി ഉദ്ഘാടനം ചെയ്തു. ആർക്കാണ് ചങ്ങലക്കിടേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്നത്? ചങ്ങലക്കിടേണ്ടത് ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചങ്ങലക്കിടാം. പക്ഷെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണെന്ന് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിക്ക് വേണ്ടി ഒരു ത്രിതല പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂട്ടുനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അഴിമതി ചോദിക്കുമ്പോൾ അതിനു വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുവാൻ എത്ര ലക്ഷം രൂപയാണ് അഴിമതി മേടിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ അത് ഫോണിൽ വിളിച്ച അദ്ദേഹത്തിന് ഇത്ര ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുന്ന ഒരു മുനിസിപ്പൽ ചെയർമാൻ ഭരിക്കുന്ന നമ്മുടെ ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ പ്രജകളാണ് നമ്മളെന്ന് പറയുമ്പോൾ സത്യത്തിൽ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടുന്ന സാഹചര്യമാണ് നമുക്കുള്ളത്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ അഴിമതി വീരനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അവർക്ക് കഞ്ഞി വെക്കുന്ന, അവർക്ക് ചൂട്ടുപിടിക്കുന്ന സനീഷ് ജോർജിനെ പോലെയുള്ള മേലാളന്മാർക്കും ഈ സമരപരിപാടി കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഈ സമരപരിപാടി അവസാനിപ്പിക്കുകയില്ല എന്നുള്ള വസ്തുത ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നഗരസഭാ കവാടത്തിന് മുമ്പിൽ ചെയർമാൻ സനീഷ് ജോർജിന്റെ കോലം മാലപ്പടക്കം കെട്ടി BJP പ്രവർത്തകർ കത്തിച്ചു. പ്രതിഷേധ സമര പരിപാടിയിൽ BJP മണ്ഡലം പ്രസിഡന്റ് S ശ്രീകാന്ത് അധ്യക്ഷനായി. കൗൺസിലർമാരായ PG രാജശേഖരൻ, ജയലക്ഷ്മി ഗോപൻ, ശ്രീലക്ഷ്മി സുദീപ്, ജിഷ ബിനു, C ജിതേഷ്, ബിന്ദു പത്മകുമാർ, BJP നേതാക്കളായ വിഷ്ണു പുതിയടത്ത്, രാജേഷ് പൂവാശ്ശേരിയിൽ, രാജേന്ദ്രൻ KP, PR വിനോദ്, പ്രബീഷ്, പത്മകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഴിമതിക്കാരനായ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച ധർണാ സമരത്തിൽ പ്രതിഷേധമിരമ്പി. യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് MA സബീർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷാഹുൽ കപ്രാട്ടിൽ സ്വാഗതം ആശംസിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AM ഹാരിദ് ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ നിശ്ചിത വിഹിതം CPM-ന്റെ പാർട്ടി ഓഫീസ് പണിയുന്നതിനും CPM-ന്റെ ഏരിയ സെക്രട്ടറിമാർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് ഈ രേഖാമൂലം പരാതി കഴിഞ്ഞ കുറേ നാളുകളായി AEക്കെതിരെ പാർട്ടി ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കൊന്നും ഈ AEയെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് ഓർക്കുന്നത്. ഞാനിവിടെ മുനിസിപ്പൽ ചെയർമാനായി കഴിഞ്ഞ കുറേ നാളുകൾ 2-2.5 വർഷക്കാലം ഈ നഗരസഭയിൽ ഇരുന്ന ആളാണ്. ഒരു AE വഴിവിട്ട് പോയാൽ ആ AEയെ കൈകാര്യം ചെയ്യാൻ ആ കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് കഴിയും. നിസ്സാരമായ ഒരു AEയെ അങ്ങ് കയറൂരി വിട്ടാൻ പാർട്ടിക്ക് കഴിയുമോ? അപ്പോൾ ഇതിൻ്റെ എല്ലാ വിഹിതവും സമയാസമയങ്ങളിൽ പാർട്ടി ഓഫീസിൽ എത്തുന്നതുകൊണ്ട് മാത്രമാണ് AE ഇങ്ങനെ സ്വകാര്യമായി ഉപകരിച്ചത്. ഈ ചെയർമാനെ ഉപയോഗിച്ച് എന്തെല്ലാം കൊള്ളരായ്മ ചെയ്യാമോ അതൊക്കെ പാർട്ടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി അവരെ ചെയർമാനെ തള്ളിപ്പോരാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇവിടെ തൊടുപുഴ മുനിസിപ്പൽ ജനങ്ങളുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പന്നരായ ഇവിടുത്തെ ജനങ്ങളെ കണ്ണിൽ പിടിയിടാൻ കഴിയില്ല. ജനറൽ സെക്രട്ടറി MA കരീം അഭിവാദ്യം അർപ്പിച്ചു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PH സുധീർ, ജനറൽ സെക്രട്ടറി AM അമീൻ, മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് PK മൂസ,
നഗരസഭാ കൗൺസിലർമാരായ ഷഹന ജാഫർ, സഫിയ ജബ്ബാർ, റസിയ കാസിം, സാബിറ ജലീൽ, നേതാക്കളായ PN ജാഫർ, MM ഷുക്കൂർ, CK ജാഫർ, PN സിയാദ്, ഷാജി KA എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധത്തിന് യൂത്ത് ലീഗ് നേതാക്കളായ PN നൌഷാദ്, PN നിസാമുദ്ദീൻ, ആഷിഖ് റഹീം, PE നൌഷാദ്, അജ്നാസ് VM, PN നൌഷാദ്, ഷമീൻ MM, സക്കീർ ഇളമക്കൽ, അൻസാർ കണ്ണിപ്പറമ്പിൽ, അനസ് PB, റസാഖ് പുതിയകുന്നേൽ, സൽമാൻ SA, PN അൻസാരി, റബീഷ്, സിറാജ് പട്ടേംകവല, ബാദുഷ അബ്ബാസ്, KM നിഷാദ്, നജീബ് PA എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വാളാടി HML പ്ലാന്റേഷൻ വക എസ്റ്റേറ്റ് ലയം ഇടിഞ്ഞു വീണു. എസ്റ്റേറ്റ് ജോലിക്കാരായ ശശി, ഓമന ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഈ സമയം ലയത്തിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച് ലയത്തിലെ താമസക്കാരായ 6ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് എസ്റ്റേറ്റ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു വണ്ടിപ്പെരിയാർ വാളാടിയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റ് ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. വാളാടി എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപം താമസക്കാരായ എസ്റ്റേറ്റ് തൊഴിലാളികളായ ശശി, ഓമന ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ശശിക്ക് സുഖമില്ലാതിരുന്നതിനാൽ ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. ലയത്തിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായെങ്കിലും തങ്ങളുടെ ലയത്തിലുണ്ടായിരുന്ന ഗൃഹോപകരണങ്ങൾ നശിച്ചതായി ഇവർ പറഞ്ഞു. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10-30 വർഷമായി. ഈ 30 വർഷം ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. എനിക്ക് കൈ രണ്ടും നഷ്ടപ്പെട്ടു പോയതാണ്. പിന്നെ എനിക്ക് പകരമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. 30-32 വർഷത്തോളം ജോലി ചെയ്തിട്ട് നാളിതുവരെ അതിൻ്റെ സർവീസോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നിട്ടില്ല. ഈ ലയം 10-70 വർഷങ്ങൾക്ക് മുമ്പ് പണിതേക്കുന്നതാണ്. വെറും മണ്ണിട്ട് കെട്ടിയതാണ്. പല പ്രാവശ്യം ഞാൻ കമ്പനിയോട് പറഞ്ഞു ലയം ഇടിഞ്ഞു പോവും, ഞങ്ങൾക്ക് വേറൊരു സൗകര്യം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടും ആരും കേട്ടില്ല. ലേബർ ഓഫീസിൽ പരാതി ചെയ്തു, വില്ലേജ് ഓഫീസിൽ പരാതി ചെയ്തു, തഹസിൽദാർക്ക് പരാതി കൊടുത്തിരുന്നു, കളക്ടർക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം എന്നെ സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയിട്ട് വരുന്ന ആശുപത്രിയിലായിരുന്നു ഞാൻ. ആ സമയമാണ് ഈ ലയം ഇടിഞ്ഞു വീണെൻ്റെ ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ശക്തമായ മഴയിൽ ഒരു ഭാഗം ഇടിഞ്ഞു വീണ ലയത്തിൽ 6ഓളം കുടുംബങ്ങളാണ് താമസക്കാരായിട്ടുള്ളത്. ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഗണിച്ച് ഇവിടെ താമസക്കാരായ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് വില്ലേജ് അധികൃതർ പ്ലാന്റേഷൻ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ അടക്കമുള്ള റവന്യൂ വിഭാഗം സംഭവത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും ലയത്തിൽ താമസക്കാരായ 6ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് HML എസ്റ്റേറ്റ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതുമായി പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അബ്ദുൽ ഖാദർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. മഴ കനത്തതോടെ പൂയംകുട്ടിയാർ കരകവിഞ്ഞ് മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങിയതോടെ ആദിവാസി മേഖല ഒറ്റപ്പെട്ടു. മഴക്കാലമാകുന്നതോടെ പൂയംകുട്ടിയാറിന് കുറുകെയുള്ള മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി കുട്ടമ്പുഴ ആദിവാസി മേഖലയിലേക്കുള്ള കരമാർഗം അടയുന്നത് പതിവാണ്. ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ പൂയംകുട്ടിയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന മണികണ്ഠൻചാൽ ചപ്പാത്ത് കനത്ത മഴയിൽ മുങ്ങിയതോടെ ആദിവാസി മേഖലയിലേക്കുള്ള കരമാർഗം അടഞ്ഞു. മഴക്കാലമാകുന്നതോടെ പൂയംകുട്ടിയാറിന് കുറുകെയുള്ള മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി കുട്ടമ്പുഴ ആദിവാസി മേഖലയിലേക്കുള്ള കരമാർഗം അടയുന്നത് പതിവാണ്. പൂയംകുട്ടിയാറിന്റെ മറുകരയിലെ കുഞ്ചിപ്പാറ, വാര്യം, കണ്ടത്തിക്കുടി, പെട്ടിവര, കൂടല്ലാർ, തേര, ചെമ്മൻകണ്ടം, മാണിക്കുടി, വെള്ളാരംകുത്ത് എന്നീ ആദിവാസി കുടികളിലെയും കല്ലേലിമേട് കുടിയേറ്റ ഗ്രാമത്തിലെയും ഉൾപ്പെടെ 5000ഓളം ജനങ്ങൾ മുൻപ് പുറം ലോകവുമായി ബന്ധപ്പെട്ടിരുന്നത് പുഴയിലെ ബ്ലാവനക്കായല്, തഴച്ചങ്ങാടം വഴിയായിരുന്നു. കരമാർഗമുള്ള ഗതാഗതം തുറന്നു കിട്ടണമെന്നുള്ള വർഷങ്ങളായുള്ള ആവശ്യത്തിനൊടുവിലാണ് 20 വർഷം മുൻപ് മണികണ്ഠൻചാൽ ചപ്പാത്ത് നിർമ്മിച്ചത്. 22 ലക്ഷം രൂപ മുടക്കി അന്ന് ചപ്പാത്ത് പൂർത്തിയാക്കിയതോടെ കരമാർഗം ഗതാഗത സൗകര്യം കുടിയേറ്റ ആദിവാസി ഗ്രാമത്തിന് തുറന്നു കിട്ടി. എന്നാൽ ഇതിന് തിരിച്ചടിയായി വർഷകാലത്ത് ചപ്പാത്ത് മുങ്ങുന്നതോടെ പുറം ലോകവുമായി ബന്ധം നിലയ്ക്കുകയും ബ്ലാവനക്കടവിലെ തുഴച്ചങ്ങാടത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയുമാണ് ഇപ്പോഴുമുള്ളത്. മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങിയതോടെ അത്യാവശ്യക്കാർക്ക് പോകുവാൻ വള്ളം ഇറക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ പ്രമേയം പാസാക്കി കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാതൃകാ നിയമസഭ. സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരുമൊക്കെയായി വിദ്യാർത്ഥികൾ മാറിയപ്പോൾ അതൊരു പുതിയ പഠന അനുഭവമായി മാറി. സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ പഴയ പിടികിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വാർഡ് മെമ്പർ ജേർലി റോബി ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ പ്രമേയം പാസാക്കി കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാതൃകാ നിയമസഭ. സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരുമൊക്കെയായി വിദ്യാർത്ഥികൾ മാറിയപ്പോൾ അതൊരു പുതിയ പഠന അനുഭവമായി മാറി. സർ, നമ്മുടെ കുട്ടികളെ ലഹരിക്കടിമപ്പെടാതിരിക്കാൻ
സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. എന്നാൽ ഏതെങ്കിലും ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ ലഹരികളെയും ശരീരത്തിൽ അവയേൽപ്പിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ഒരു പാഠഭാഗമുണ്ടോ? സർ, അതുകൊണ്ട് ഈ പ്രായത്തിൽ തന്നെ ലഹരിക്കെതിരെ വലിയൊരു അവബോധം കുട്ടികളിൽ സൃഷ്ടിക്കുവാൻ അധ്യാപകർക്കും സമൂഹത്തിനും കഴിയണം. സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ പഴയ പീടികയിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പഠിച്ച ഒന്നിച്ച് കളിച്ച് ചിരിച്ച് പഠിച്ചു വളർന്ന നിങ്ങൾ പലരും ലഹരി ഉപയോഗിച്ച് ലഹരിക്ക് അടിമകളായിട്ട് മാറുന്ന ഒരു കാഴ്ച ഉണ്ടാകരുതേ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. പലരും ഇങ്ങനെ വഴിയിലും തെരുവിലുമൊക്കെ ലഹരി ഉപയോഗിച്ച് വീണും തളർന്നുമൊക്കെ നടക്കുന്നതും കിടക്കുന്നതുമൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇന്നലെ പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു. ലഹരി ഉപയോഗിച്ച മകൻ അമ്മയെ വെട്ടിക്കൊന്നു. നിങ്ങളായിരുന്നു വായിച്ചത്. അമ്മയും മകൻ തമ്മിൽ വഴക്കുണ്ടായി. മകൻ ലഹരിയിലായിട്ടു. വേറെ ഒന്നും അവർ നോക്കാനില്ല. വാക്കത്തെടുക്കുന്നു, വെട്ടുന്നു, അമ്മയെ കഴിച്ചിട്ടാണ്. വാർഡ് മെമ്പർ ജെർലി റോബി ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ലഹരി എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലുള്ള ലഹരികൾ ഉണ്ടാവാം. ചിലവർക്ക് പഠിക്കാനുള്ള ലഹരി, ചിലവർക്ക് നൃത്തമാടാനുള്ള ലഹരി, ചിലവർക്ക് കളിക്കാനുള്ള ലഹരി. ഈ ലഹരി ഇല്ലെങ്കിൽ തന്നെ നമുക്കൊന്നും മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പക്ഷെ ഇന്ന് നമ്മൾ പലപ്പോഴും പല സിനിമകൾ കാണുമ്പോൾ കാണാറുണ്ട്, ആരെങ്കിലും വീടി വെച്ചിട്ടിരിക്കുന്ന ഒരു സീനാണ് കാണിക്കണമെങ്കിൽ, മദ്യം കുടിക്കുന്ന ഒരു സീനാണ് കാണിക്കണമെങ്കിൽ എന്താ അതിൽ കാണിക്കുന്നത്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ നമുക്ക് ഈ സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ വരുന്നുണ്ടെങ്കിലും നമുക്ക് ഈ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും തങ്ങൾ ലഹരിക്കെതിരെ തയ്യാറാക്കിയ പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഹെഡ്മിസ്ട്രസ് ടെസി തോമസ് സ്വാഗതവും സ്കൂൾ ലഹരി വിരുദ്ധ ക്ലബ് കൺവീനർ മൈക്കിൾ KJ നന്ദിയും പറഞ്ഞു. ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് അത് ഒഴിവാക്കാം എന്ന കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ദിനം ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഇന്നേ ദിനത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തില് കുട്ടികളും സമൂഹത്തിലും അതുപോലെ തന്നെ കുട്ടികളിലും ഒക്കെ പല രീതിയിൽ ലഹരി ഉപയോഗത്തിന് ദശലക്ഷക്കണക്കിന് കുട്ടികളാണ് ലഹരി ഉപയോഗം മൂലം അതിനടിമപ്പെട്ടു പോകുന്നത് എന്ന് പഠന റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ചേർന്ന് മോക്ക് നിയമസഭാ സമ്മേളനം സംഘടിപ്പിച്ചു. സ്പീക്കറായും മുഖ്യമന്ത്രിയായും കുട്ടികൾ അവതരണം നടത്തി. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കവിതാ ആവിഷ്കാരവും ഉണ്ടായിരുന്നു. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ചേർന്ന് മോക്ക് നിയമസഭാ സമ്മേളനം നടത്തി. ഈ പ്രമേയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഓരോരുത്തർക്ക് 1 മിനിറ്റ് അനുവദിക്കുന്നതാണ്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതായിരിക്കും. സാർ, മാതാപിതാക്കളുടെ അശ്രദ്ധയിൽ മക്കളെ സംബന്ധിച്ച അവരുടെ അതിരുകടന്ന ആത്മവിശ്വാസമാണ് വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയാകുന്നതിന് പ്രധാന കാരണം. ബഹുമാനപ്പെട്ട KK രമ മാഡത്തെ ക്ഷണിക്കുന്നു. സർ, കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തിലുടനീളം ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. സ്കൂളുകളും കോളേജുകളും നടത്തുന്ന ലഹരി വ്യാപാരത്തിലെ വിൽപ്പനക്കാരും ഹോൾസെയിൽ വിതരണക്കാർ പോലും വിദ്യാർത്ഥികളാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് നിർത്തേണ്ടതാണ് സർ. ലഹരി വിമുക്തമായ പുതുതലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം സർ. സ്പീക്കറുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രമേയം അവതരിപ്പിച്ച് പാസാക്കുകയും ചെയ്തു. സർ, കേരളത്തിലെ പൊതുജനാരോഗ്യവും പൊതുവിദ്യാഭ്യാസ രംഗവും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും വികസിത രാജ്യങ്ങൾക്കും മാതൃക ആകാവുന്ന തരത്തിലുള്ളവയാണ്. ഇതിനുവേണ്ടി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ ഒരുപാട് പേർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വലയത്തിൽ കുരുങ്ങുന്നതിന്റെ വാർത്തകളാണ് നമുക്ക് മുമ്പിൽ നിറയുന്നത്. പ്രതിപക്ഷ നേതാവ് അതിനെ അനുകൂലിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ: മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും
ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Let's all be aware about it, and we must always think that we are open to the society and we are open to these kinds of items in the society. So let's be more conscious about it, and also let's do something against these kinds of distributions and these kinds of services that is with regard to the drugs. കവിത ആവിഷ്കാരവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഇടുക്കി ആത്മയുടെയും ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ കൃഷിക്കൂട്ടങ്ങൾക്ക് ജൈവകൃഷി പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൃഷിയും സിനിമയും എന്ന വിഷയത്തെ ആസ്പദമാക്കി മാങ്കുളം കൃഷി അസിസ്റ്റന്റ് ഗിരീഷ് ഗോപാലൻ ക്ലാസ് എടുത്തു. ഉടുമ്പന്നൂർ കൃഷിഭവനിൽ ജൈവ കാർഷിക മിഷന് തുടക്കമായി. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഇടുക്കി ആത്മയുടെയും ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ കൃഷിക്കൂട്ടങ്ങൾക്കുള്ള ജൈവകൃഷി പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ചെലവഴിച്ച 28 ലക്ഷത്തിൽ പരം രൂപ ഉൾപ്പെടെ കാർഷിക മേഖലയിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി നല്ല ഒരു നിക്ഷേപം നടത്താൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പദ്ധതി രൂപീകരണ ഘട്ടങ്ങളിൽ നമ്മൾ എല്ലാ തവണയും ശ്രദ്ധിക്കാറുണ്ട്. ഓരോ വർഷവും നൂതനമായ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. ആ പദ്ധതികളെ പഞ്ചായത്തിന്റെയും ഗവൺമെന്റിന്റെയും വിവിധ പദ്ധതികളുമായി കൂട്ടിച്ചേർക്കാൻ നമ്മൾ പരിശ്രമം നടത്താറുണ്ട്. അതിന്റെ എല്ലാം ആകെത്തുകയായിട്ടാണ് നമ്മുടെ കൃഷിക്കൂട്ടങ്ങൾ കഴിഞ്ഞ വർഷം വലിയ വിജയഗാഥ രചിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്തമ്മ ജോയി, സുലൈഷ സലീം, ആത്മ ഡെപ്യൂട്ടി ഡയറക്ടർ ജിജോ ജോസ് വൈപ്പന, ഇളംദേശം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആഷ്ലി മറിയാമ്മ ജോർജ്, വാർഡ് മെമ്പർമാർ, കൃഷിക്കൂട്ടം ഭാരവാഹികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷിയും സിനിമയും എന്ന വിഷയത്തെ ആസ്പദമാക്കി മാങ്കുളം കൃഷി അസിസ്റ്റന്റ് ഗിരീഷ് ഗോപാലൻ ക്ലാസ് എടുത്തു. പരിപാടിയോടനുബന്ധിച്ച് കൃഷിക്കൂട്ടം അംഗങ്ങളും കർഷകരും ഉൽപ്പാദിപ്പിച്ച വിവിധ ഇനം തൈകളും ഞാറ്റുവേലയുടെ ഭാഗമായി വിതരണം നടത്തി. കൃഷി ഓഫീസർ കെ അജുമോൻ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ എ ബുഷറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരുട്ടിലാക്കിയ നീറ്റ്, നെറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച അഴിമതിയിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് റാവുത്തർ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് SA വാഹിദ് ആവശ്യപ്പെട്ടു. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് MKM ഹനീഫ അധ്യക്ഷത വഹിച്ചു. ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരുട്ടിലാക്കിയ നീറ്റ്, നെറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച അഴിമതിയിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് റാവുത്തർ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് SA വാഹിദ് ആവശ്യപ്പെട്ടു. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് പരീക്ഷ എഴുതിയ 24 ലക്ഷം വിദ്യാർത്ഥികൾക്ക് തുല്യനീതി ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ 43 റിക്രൂട്ട്മെന്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നു. ഇതിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് ഇത് ബാധിച്ചതെന്നും യോഗം വിലയിരുത്തി. റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് MKM ഹനീഫ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി TA മുഹമ്മദ് അലി, ദേശീയ ജനറൽ സെക്രട്ടറി PK ഹമീദ് കുട്ടി, സ്റ്റേറ്റ് കോർഡിനേറ്റർ നൌഷാദ് റാവുത്തർ, റിട്ടയർഡ് ജഡ്ജി മുഹമ്മദ് ഇബ്രാഹിം, അബ്ദുൾ സലാം ചിതറ, അഡ്വക്കേറ്റ് മെഹബൂബ് ഷരീഫ്, സയ്യിദ് മുഹമ്മദ്, പഴകുളം നാസർ, മുഹമ്മദ് സക്കീർ ഹാജി, KP ജവഹർ, O യൂസഫ് റാവുത്തർ, നൂറുദ്ദീൻ കുന്നുംപുറം, സലീം രാജ്, മീര സാഹിബ്, ഷക്കില വഹാബ്, PK മൂസ, സലീം പെരുന്നാട്, അഡ്വക്കേറ്റ് PM ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാളിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം ഗംഭീരമായി ആഘോഷിച്ചു. ലഹരിയുടെ മാരക ദൂഷ്യഫലങ്ങൾ വ്യക്തമാക്കുന്ന ഫ്ലാഷ് മോബ് കുട്ടികൾ അവതരിപ്പിച്ചത് വിദ്യാലയത്തിലെ എല്ലാ കൊച്ചുകുരുന്നുകൾക്കും ഏറെ കൗതുകമായിരുന്നു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിബു മാത്യുവിന്റെ ബോധവൽക്കരണ ക്ലാസും രക്ഷിതാക്കൾക്കായി ഒരുക്കിയിരുന്നു. കാളിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആഘോഷിച്ചു. പുതുതലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ പോരാടുകയും നമ്മുടെ നാടിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന മഹത്തായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കാളിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു. ലഹരിയുടെ മാരക ദൂഷ്യഫലങ്ങൾ വ്യക്തമാക്കുന്ന ഫ്ലാഷ് മോബ് കുട്ടികൾ അവതരിപ്പിച്ചത് വിദ്യാലയത്തിലെ എല്ലാ കൊച്ചുകുരുന്നുകൾക്കും ഏറെ കൗതുകകരമായിരുന്നു.
ലഹരിക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും ലഹരി വിരുദ്ധ വാചകങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ കൈകളിലേന്തിയും കുട്ടികൾ ലഹരി വിരുദ്ധ ദിന റാലി നടത്തി. കൂടാതെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയും കുട്ടികൾ ഈ ദിനത്തിന് പ്രാധാന്യം വ്യക്തമാക്കി. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിബു മാത്യുവിന്റെ ബോധവൽക്കരണ ക്ലാസും രക്ഷിതാക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സാൽജി എമ്മാനുവൽ, നലപാടം കോർഡിനേറ്റർമാരായ അശ്വതി ഭാസ്കർ, ഗിൽറ്റ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാളിയാർ. വണ്ണപ്പുറം കമ്പകക്കാനത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ നടപടികളില്ലാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമരം നടത്തുമെന്ന പ്രസ്താവന വാസ്തവവിരുദ്ധമാണെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഹൈപ്പവർ കമ്മിറ്റി അംഗം അനിൽ പയ്യാനിക്കൽ. പത്രമാധ്യമങ്ങളുടെ ഇത്തരം വ്യാജ വാർത്ത നൽകുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വണ്ണപ്പുറം ചേലച്ചൂട് റോഡിൽ കമ്പകക്കാനത്ത് അറവ് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും ഉൾപ്പെടെ രാത്രിയുടെ മറവിൽ തള്ളുന്നത് മൂലം പ്രദേശത്തു കൂടി വാഹനത്തിൽ പോലും കടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത ആരോഗ്യ വകുപ്പിനും പഞ്ചായത്തിനുമെതിരെ പഞ്ചായത്തിന് മുൻപിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സാം ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ കമ്പകക്കാനം എന്ന സ്ഥലത്ത് മാലിന്യം കൂടിക്കിടക്കുകയാണ്. ഇതിനെതിരെ നിരവധി തവണ പരാതികൾ കൊടുത്തിട്ട് യാതൊരു നിയമനടപടി ഉണ്ടാക്കിയിട്ടില്ല. കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ വണ്ണപ്പുറം പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തിയാണ്. എന്നാൽ ഈ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്നും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ് വണ്ണപ്പുറം എന്നും ഇത്തരം വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും കേരള കോൺഗ്രസ് ജേക്കബ് ഹൈപ്പവർ കമ്മിറ്റി അംഗം അനിൽ പയ്യാനിൽ വ്യക്തമാക്കി. കമ്പകക്കാനത്ത് വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പത്രത്തിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ യാതൊരു അറിവും ഇല്ലാതെയാണ് ആ വാർത്ത വന്നത്. വണ്ണപ്പുറം പഞ്ചായത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അനാവശ്യമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരം തൊഴിലാണ്. അടിയന്തരമായി ആ പ്രസ്താവനയ്ക്ക് മാപ്പ് പറയണമെന്നാണ് വണ്ണപ്പുറം കേരള കോൺഗ്രസ് ജേക്കബിൻ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുനിസിപ്പൽ ഓഫീസിൽ നിന്നും കൈക്കൂലി പിടികൂടിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വാളാടി HML പ്ലാന്റേഷൻ വക എസ്റ്റേറ്റ് ലയം ഇടിഞ്ഞു വീണു. എസ്റ്റേറ്റ് ജോലിക്കാരായ ശശി, ഓമന ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. മഴ കനത്തതോടെ പൂയംകുട്ടിയാർ കരകവിഞ്ഞ് മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങിയതോടെ ആദിവാസി മേഖല ഒറ്റപ്പെട്ടു. മഴക്കാലമാകുന്നതോടെ പൂയംകുട്ടിയാറിന് കുറുകെയുള്ള മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി കുട്ടമ്പുഴ ആദിവാസി മേഖലയിലേക്കുള്ള കരമാർഗം അടയുന്നത് പതിവാണ്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ പ്രമേയം പാസാക്കി കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ മാതൃകാ നിയമസഭ. സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ പഴയ പീടികയിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ചേർന്ന് മോക്ക് നിയമസഭാ സമ്മേളനം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.